ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 120 വാല്യം 3. ഈശോ തെളിവെള്ളം എന്ന സ്ഥലത്ത്, എന്റെ സന്നിധിയിൽ നിനക്ക് വേറെ ദൈവം ഉണ്ടായിരിക്കരുത്. എന്റെ സന്നിധിയിൽ നിനക്ക് വേറെ ദൈവം ഉണ്ടായിരിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും പ്രതിമയോ രൂപമോ ഒന്നും നിങ്ങൾ ഉണ്ടാക്കരുത്. അവയുടെ മുമ്പിൽ കുമ്പിടുകയോ അവയെ ശുശ്രൂഷിക്കുകയോ ചെയ്യരുത്. കാരണം നിങ്ങളുടെ ദൈവമായ കർത്താവ് ശക്തനും അസൂയാലുവുമാണ്. ഞാൻ പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് മക്കളെ ശിക്ഷിക്കുന്നവനാണ്. എന്നെ വെറുക്കുന്നവരുടെ മക്കളെയും മക്കളുടെ മക്കളെയും 3-ാം തലമുറയിലെ മക്കളെയും വരെ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരെ 1000 തലമുറ വരെ ഞാൻ അനുഗ്രഹിക്കും. ആ വലിയ മുറിയിൽ ഈശോയുടെ സ്വരം മുഴങ്ങിക്കേൾക്കുന്നു. ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു, കാരണം മഴ പെയ്യുകയാണ്. 1-ാം നിരയിൽ 4 രോഗികളുണ്ട്. ഒരു സ്ത്രീ പിടിച്ചുകൊണ്ടുവന്നിരിക്കുന്ന അന്ധനായ ഒരു മനുഷ്യൻ, ശരീരമാകെ വ്രണങ്ങളുള്ള ഒരു കുട്ടി, മഞ്ഞപ്പിത്തം വന്ന് വിളറിയിരിക്കുന്ന ഒരു സ്ത്രീ, ഒരു മഞ്ചലിൽ ചുമന്നുകൊണ്ടുവന്നിരിക്കുന്ന രോഗിയായ ഒരു മനുഷ്യൻ. ഈശോ കാലിയായ പുൽത്തൊട്ടിയിൽ ചാരി നിന്നാണ് പ്രസംഗിക്കുന്നത്. ജോണും ഈശോയുടെ കസിൻസ് 2 പേരും മാത്യുവും ഫിലിപ്പും സമീപയുണ്ട്. യൂദാസ്, പത്രോസ്, ബർത്തലോമിയോ, ജെയിംസ്, ആൻഡ്രൂ എന്നിവർ വാതിൽക്കൽ നിന്ന് താമസിച്ചു വരുന്നവരെ കടത്തിവിടുന്നു. തോമസും സൈമണും ആളുകളുടെ ഇടയിൽ കൂടെ നടന്ന് കുട്ടികളോട് നിശബ്ദരായിരിക്കാൻ പറയുന്നു. സംഭാവന സ്വീകരിക്കുന്നു. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്നു. എന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് ഒരു ദൈവവും ഉണ്ടാകരുത്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ദൈവം തന്റെ കണ്ണുകളും സ്വരവും കൊണ്ട് എല്ലായിടത്തും സന്നിഹിതനാണെന്ന്. സത്യമായും നമ്മൾ എപ്പോഴും അവന്റെ സാന്നിധ്യത്തിലാണ്. നമ്മൾ പൂട്ടിയ ഒരു മുറിയിലിരുന്നാലും ദേവാലയത്തിലെ ജനക്കൂട്ടത്തിനിടയിലിരുന്നാലും നമ്മൾ അവന്റെ സന്നിധിയിലാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നെങ്കിലും അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നവരാണ് നമ്മളെങ്കിലും, ആരും കടന്നു ചെല്ലാത്ത ഒരു മലയിടുക്കിലിട്ട് വഴിയാത്രക്കാരെ കൊല്ലുന്ന കള്ളന്മാരാണെങ്കിലും നമ്മൾ എപ്പോഴും അവന്റെ സന്നിധിയിലാണ്. രാജസദസ്സിൽ ഉപവിഷ്ടനായിരിക്കുന്ന ഒരു രാജാവും യുദ്ധഭൂമിയിൽ പടപൊരുതുന്ന ഒരു ഭടനും ദേവാലയ ശുശ്രൂഷ ചെയ്യുന്ന ലേവായനും തന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനിയും വയലിൽ പണി ചെയ്യുന്ന കൃഷിക്കാരനും മേശയ്ക്ക് പിന്നിലിരിക്കുന്ന കച്ചവടക്കാരനും തൊട്ടിലിനു മീതെ കുഞ്ഞിനെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ഒരമ്മയും മണവറയിലായിരിക്കുന്ന മണവാട്ടിയും പിതാവിന്റെ ഭവനത്തിൽ ഒതുങ്ങിക്കഴിയുന്ന കന്യകയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയും മരിക്കാൻ കിടക്കുന്ന വൃദ്ധനും എല്ലാം അവന്റെ സന്നിധിയിലാണ്. അവരെല്ലാം അവന്റെ സാന്നിധ്യത്തിലാണ്. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും അവന്റെ സാന്നിധ്യത്തിലാണ്. മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും. ഭയാനകമായ വാക്ക്, അതേസമയം ആശ്വാസം പ്രദാനം ചെയ്യുന്നതും. പ്രവൃത്തികൾ പാപമാണെങ്കിൽ ഭയാനകം, പരിശുദ്ധമാണെങ്കിൽ ആശ്വാസപ്രദം. ദൈവം നമ്മെ തടയുന്നു, നന്മ പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ശരിയായിട്ടുള്ളത് ചെയ്യുന്നത് ദൈവം കാണുന്നു. അവൻ കാണുന്നത് അവൻ മറന്നു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു. സൽപ്രവൃത്തികൾക്ക് അവൻ പ്രതിഫലം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നിമിത്തം എനിക്ക് സമ്മാനം ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പിന്മേൽ ഞാൻ വിശ്രമിക്കുന്നു. അത് എനിക്ക് ഒരു നല്ല ജീവിതവും ശാന്തമായ മരണവും നൽകും. കാരണം ജീവിതത്തിലും മരണത്തിലും എന്റെ ആത്മാവ് ദൈവത്തിന്റെ കൂട്ടായ്മയുടെ മഹത്വമേറിയ പ്രഭയാൽ ആശ്വസിപ്പിക്കപ്പെടും. നന്മ ചെയ്യുന്ന ഒരാളിന്റെ ചിന്താഗതിയാണിത്. എന്നാൽ വിഗ്രഹാരാധന വിലക്കപ്പെട്ട കാര്യമാണെന്ന് തിന്മ പ്രവർത്തിക്കുന്നവർ എന്തുകൊണ്ടാണ് വിചാരിക്കാത്തത്? എന്തുകൊണ്ട് അവർ ഇങ്ങനെ പറയുന്നില്ല? പരിശുദ്ധമായ ഒരു ആരാധനയാണെന്ന ഭാവത്തിൽ ഞാൻ കള്ളദേവന്മാരെ ആരാധിക്കുമ്പോൾ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാത്ത, എന്നാൽ ദൈവത്തിന് അറിയാവുന്ന ഒരൾത്താര
ഞാൻ അവർക്കായി പണിതിട്ടുണ്ടെന്ന് ദൈവം കാണുന്നുവല്ലോ. ദൈവാലയത്തിൽ പോലും ഒരു പ്രതിമയില്ലാതിരിക്കെ ഏത് ദേവന്മാരാണെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. സത്യദൈവത്തിന്റെ മുഖത്തിന് ഒരു രൂപം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയാതിരിക്കെ ഈ ദേവന്മാരുടെ മുഖങ്ങൾ ഏവയാണ്? ശരി, ദൈവത്തിന്റെ മുഖത്തിന് രൂപം കൊടുക്കാൻ സാധ്യമല്ല. കാരണം പരിപൂർണവും ഏറ്റവും പരിശുദ്ധനുമായവനെ അർഹമായ രീതിയിൽ ചിത്രീകരിക്കാൻ മനുഷ്യന് കഴിവില്ല. പദാർത്ഥപരമല്ലാത്തതും ഏറ്റവും ശ്രേഷ്ഠമായതുമായ ആ സൗന്ദര്യത്തെ ഒന്ന് കാണുവാനും അവന്റെ സ്വരം കേൾക്കുവാനും വിശുദ്ധന്മാർക്ക് അവിടുന്ന് നൽകുന്ന സ്നേഹാലിംഗനങ്ങൾ ആസ്വദിക്കാനും അരൂപിക്ക് മാത്രമേ കഴിയൂ. എന്നാൽ മനുഷ്യന്റെ കണ്ണുകൾക്ക്, ചെവികൾക്ക്, കരങ്ങൾക്ക് അവൻ പ്രാപ്യനല്ലാത്തതിനാൽ മനുഷ്യകരങ്ങൾക്ക് അവന്റെ പ്രതിരൂപം മാർബിളിൽ കൊത്തിവയ്ക്കാനോ അവന്റെ ശബ്ദം സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച് കേൾപ്പിക്കാനോ കഴിവില്ല. ഓ നീതിമാന്മാരുടെ ആത്മാക്കൾ, ദൈവത്തെ കാണുമ്പോഴുണ്ടാകുന്ന അന്ത്യമില്ലാത്ത ആനന്ദം! ആദ്യത്തെ ആ ഒരു കാഴ്ച നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും അവസാനിക്കാത്ത വിധം മായാതെ കൂടെ നിൽക്കുന്ന ഭാഗ്യത്തിന്റെ ഉദയമായിരിക്കും. എങ്കിലും സത്യദൈവത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയാത്തത് കള്ളദേവന്മാർക്കായി മനുഷ്യൻ ചെയ്യുന്നു. ഒരുവൻ സ്ത്രീകൾക്കായി അൾത്താര പണിയുമ്പോൾ അപരൻ സ്വർണത്തിനാണ് പൂജയൊരുക്കുന്നത്. ഒരാൾക്ക് അധികാരം, വേറൊരാൾക്ക് ശാസ്ത്രം. ഒരുവന് യുദ്ധത്തിൽ വിജയം, ഒരാൾ ശക്തനായ മറ്റൊരുവനെ പൂജിക്കുന്നു. പ്രകൃതിയിൽ തന്നെപ്പോലെ തുല്യൻ, എന്നാൽ കൂടുതൽ ധാർഷ്ട്യവും സമ്പത്തും ഉള്ളവൻ. വേറൊരാൾ തന്നെ തന്നെ പൂജിച്ചുകൊണ്ട് പറയുന്നു, എന്നെപ്പോലെ വേറെ ഒരുത്തരുമില്ല. ദൈവത്തിന്റെ ആളുകളായവരെ, ദേവന്മാർ ഇതെല്ലാമാണ്. മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും നക്ഷത്രങ്ങളെയും ആരാധിക്കുന്ന അജ്ഞാനികളെ കണ്ട് വിസ്മയിക്കേണ്ട. നിങ്ങളുടെ ഹൃദയങ്ങളിൽ എത്രയെത്ര മൃഗങ്ങളെ, എത്ര ഇഴജന്തുക്കളെ, കെട്ടുപോയ എത്ര നക്ഷത്രങ്ങളെ നിങ്ങൾ പൂജിക്കുന്നു. മറ്റുള്ളവരെ പുകഴ്ത്തി കള്ളം പറയുന്നു, മറ്റുള്ളവരെ ദുഷിപ്പിക്കാനും കള്ളം പറയുന്നു. ഇതെല്ലാം രഹസ്യമായ വിഗ്രഹാരാധനയുടെ പ്രാർത്ഥനകളല്ലേ? പ്രതികാരം, കള്ളക്കച്ചവടം, വ്യഭിചാരം, വേശ്യാവൃത്തി ഇവയെക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിക്കുന്നു. ജഡികാസക്തി, അത്യാഗ്രഹം, ദുഷ്ടത എന്നീ അശുദ്ധ ദേവന്മാർക്കുള്ള പൂജയല്ലേ അതെല്ലാം? ഏകനും നിത്യനുമായ സത്യദൈവത്തെയല്ലാതെ വേറൊന്നിനെയും ആരാധിക്കരുത് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഞാൻ ശക്തനായ അസൂയാലുവായ ദൈവമാണ് എന്ന് പറയപ്പെടുന്നു. ശക്തൻ, അവന്റെ ശക്തിയേക്കാൾ വലിയ ശക്തിയില്ല. മനുഷ്യന് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. സാത്താന് പ്രലോഭിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മതി എന്ന് ദൈവം പറഞ്ഞാൽ പിന്നീട് മനുഷ്യന് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല. സാത്താന് പരീക്ഷിക്കാനും കഴിവുണ്ടാകയില്ല. സാത്താനെ നരകത്തിലേക്ക് തിരികെ ഓടിക്കും. മനുഷ്യന് തിന്മ ചെയ്യുന്നതിന് കഴിയുകയില്ലാത്ത വിധത്തിൽ അവനെ തടയും. ഒരു പരിധിക്കപ്പുറം പോകാൻ ആരെയും ദൈവം അനുവദിക്കുകയില്ല. അസൂയാലു, എന്തിനെക്കുറിച്ച്? ഏത് തരം അസൂയ? നിസാരമായ മനുഷ്യരുടെ വിലകെട്ട അസൂയയാണോ? അല്ല, തന്റെ മക്കളെക്കുറിച്ചുള്ള പരിശുദ്ധമായ അസൂയ, നീതിപൂർവമായ സ്നേഹമുള്ള അസൂയ. അവന് നിങ്ങളെ വേണം. നിങ്ങൾക്ക് ഉപദ്രവകരമായിട്ടുള്ളതെന്തെന്ന് അവനറിയാം. അവനിൽ നിന്ന് നിങ്ങളെ അകറ്റുവാൻ കഴിവുള്ളത് എന്തെല്ലാമാണെന്ന് അവനറിയാം. പിതാവിന്റെയും പുത്രന്മാരുടെയും ഇടയ്ക്ക് കയറി മക്കളെ അവരുടെ ഏക ശക്തിയും സമാധാനവുമായ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവയെക്കുറിച്ച് അവന് അസൂയയുണ്ട്. ഈ അസൂയ ഹീനമായതല്ല, ക്രൂരതയുള്ളതല്ല, സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് പരിധിയില്ലാത്ത സ്നേഹമാണ്, പരിധിയില്ലാത്ത നന്മയാണ്, പരിധിയില്ലാത്ത സ്വാതന്ത്ര്യമാണ്. അത് സ്വയം പരിമിതിയുള്ള സൃഷ്ടിക്ക് നൽകുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ഈ സൃഷ്ടിയെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നതിനും തന്റെ അനന്തതയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനുമാണ്. ഒരു നല്ല പിതാവ്
തന്റെ സ്വത്തുക്കൾ മുഴുവൻ തന്നെത്താൻ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മക്കളും തന്നോടുകൂടെ സന്തോഷിക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വത്തെല്ലാം അയാൾ ഉണ്ടാക്കുന്നത് തനിക്ക് വേണ്ടി തന്നെ എന്നതിനേക്കാൾ തന്റെ മക്കൾക്കു വേണ്ടിയാണ്. ദൈവവും അതുപോലെയാണ്. എന്നാൽ തന്റെ പ്രവർത്തനങ്ങളിലുള്ള പൂർണ്ണത മുഴുവൻ തന്റെ സ്നേഹത്തിലേക്ക് അവിടുന്ന് പകർത്തുന്നു. സ്നേഹത്തിന്റെ പൂർണ്ണത അവിടുന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിനെ നിരാശപ്പെടുത്തരുത്. കുറ്റക്കാരായ പിതാക്കൾക്കും കുറ്റക്കാരായ മക്കളുടെ മക്കൾക്കും അവൻ ശിക്ഷയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ദൈവം തന്റെ വാഗ്ദാനം എപ്പോഴും പാലിക്കുന്നവനാണ്. എന്നാൽ നിങ്ങൾ മനുഷ്യന്റെയും ദൈവത്തിന്റെയും മക്കളായ നിങ്ങൾ നഷ്ടധൈര്യരാകരുത്. വാഗ്ദാനം ശ്രദ്ധിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. എന്നെ സ്നേഹിക്കുകയും എന്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്നവരെ 1000 തലമുറ വരെ ഞാൻ കാരുണ്യം നൽകി അനുഗ്രഹിക്കും. നല്ല ആളുകളുടെ 1000 തലമുറ വരെ. മനുഷ്യന്റെ മക്കൾ പാവങ്ങൾ. ദുഷ്ടത കൊണ്ടല്ലാതെ വിചാരശൂന്യത കൊണ്ടും സാത്താന്റെ കെണികൾ നിമിത്തവും വീഴുന്ന അവരുടെ 1000 കുറ്റങ്ങൾ വരെ അവിടുന്ന് ക്ഷമിക്കും. അവന്റെ കാരുണ്യം അതിലും വലുതാണ്. അനുതാപമുള്ള ഹൃദയത്തോടും കണ്ണീരിൽ കഴുകിയ മുഖത്തോടും കൂടെ ഇപ്രകാരം പറയുക: പിതാവേ, ഞാൻ പാപം ചെയ്തു. എനിക്കറിയാം. ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി എന്റെ പാപം അങ്ങയോട് ഏറ്റുപറയുന്നു. എന്നോട് ക്ഷമിക്കണമേ. അങ്ങ് എന്നോട് എന്റെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ വീണ്ടും യഥാർത്ഥ ജീവിതം ആരംഭിക്കാൻ എനിക്കത് ശക്തി തരും. അപ്പോൾ അവിടുന്ന് അങ്ങേ കരം നിങ്ങളുടെ നേർക്ക് നീട്ടും. ഭയപ്പെടേണ്ട. ബലഹീനതകൾ കൊണ്ട് നീ പാപം ചെയ്തതിനു മുമ്പ് നീ പാപം ചെയ്യുമെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. പാപത്തിൽ ഉറച്ചു നിൽക്കുന്നവരുടെ നേർക്ക്, വീണ്ടും പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ നേർക്കാണ്, അതായത് പാപത്തെ ഭീകരദേവന്മാരാക്കി പൂജിക്കുമ്പോഴാണ് അവൻ തന്റെ ഹൃദയം അടയ്ക്കുന്നത്. എല്ലാ വിഗ്രഹങ്ങളും തകർക്കുക. സത്യദൈവത്തിന് ഫലം ഒരുക്കുക. നിന്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് പവിത്രമാക്കാൻ അവിടുന്ന് തന്റെ മഹിമയോടുകൂടെ താണിറങ്ങും. നിന്റെ ഉള്ളിൽ അവൻ മാത്രമേയുള്ളൂ എന്ന് അവൻ കാണണം. ദൈവത്തിന്റെ ഭവനം അവന് തിരിച്ചു കൊടുക്കുക. അവന്റെ വസതി കല്ലുകൊണ്ട് പണിതിരിക്കുന്ന കെട്ടിടങ്ങളല്ല, പിന്നെയോ മനുഷ്യഹൃദയങ്ങളാണ്. അതിന്റെ കവാടം കഴുകി വൃത്തിയാക്കുക. ഉപയോഗമില്ലാത്തതും പാപകരമായിട്ടുള്ളതുമായ എല്ലാ അലങ്കാരങ്ങളും അതിനുള്ളിൽ നിന്ന് നീക്കം ചെയ്യുക. ദൈവം മാത്രം, അവൻ മാത്രം. അവൻ സർവ്വതുമാണ്. ദൈവം വസിക്കുന്ന ഒരു മനുഷ്യഹൃദയം. തന്റെ ദൈവാതിഥിക്ക് സ്നേഹത്തിന്റെ സംഗീതം മുഴക്കുന്ന ഒരു ഹൃദയം പറുദീസയേക്കാൾ ഒട്ടും താണതല്ല. ഓരോ ഹൃദയവും സ്വർഗമാക്കുക. അത്യുന്നതനുമായി ഒരുമിച്ച് വസിക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ സത്യമായ ഭാവി ജീവിതത്തിൽ അത് ശക്തിയിലും ആനന്ദത്തിലും വളർന്നുവരും. ഈ ജീവിതത്തിൽ പോലും അത് അബ്രഹാം, യാക്കോബ്, മോശ എന്നിവരുടെ വിറയാർന്ന വിസ്മയത്തെ അതിലംഘിക്കുന്ന അനുഭവമായി തീരും. കാരണം അത് കണ്ണഞ്ചിപ്പിക്കുന്ന, ഭയപ്പെടുത്തുന്ന, ശക്തനായവനുമായുള്ള കണ്ടുമുട്ടലായിരിക്കയില്ല. പിന്നെയോ താണിറങ്ങി നിന്നോട് ഇപ്രകാരം പറയുന്ന നിന്റെ പിതാവും സ്നേഹിതനുമായവനോട് ഒരുമിച്ചുള്ള സ്ഥിരതാമസമായിരിക്കും. മനുഷ്യരുടെ ഇടയിലായിരിക്കുന്നത് എന്റെ ആനന്ദമാണ്. നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. മകനെ, നിനക്ക് നന്ദി. 100-ലധികം വരുന്ന ജനം സ്വല്പസമയം കഴിഞ്ഞ് പരിസ്ഥിതി അവബോധത്തിലേക്ക് ഉണരുന്നു. അതായത് ചിലർ കരയുകയാണെന്ന് സ്വയം മനസ്സിലാക്കുന്നു. ചിലർ ആനന്ദത്തിന്റെ പ്രതീക്ഷയിൽ പുഞ്ചിരി തൂകുകയാണെന്ന് അറിയുന്നു. അവസാനം അവർ ഉണരുന്നു. തമ്മിൽ തമ്മിൽ മന്ത്രിക്കുന്നു. നെടുനിശ്വാസം ഉതിർക്കുന്നു. അവസാനം സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം ലഭിച്ചാൽ എന്ന പോലെ ആർപ്പു വിളിക്കുന്നു: നീ അനുഗ്രഹീതനാകുന്നു. നീ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ വഴി തുറന്നു തരുന്നു. ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു: ഇപ്പോൾ മുതൽ നിങ്ങൾ നന്മയെ അനുഗമിക്കുകയാണെങ്കിൽ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും.
അനന്തരം ഈശോ രോഗികളുടെ സമീപത്തേക്ക് പോകുന്നു. കുട്ടിയെയും അന്ധനെയും വിളറി മഞ്ഞച്ചിരിക്കുന്ന സ്ത്രീയെയും അവൻ കൈകൊണ്ട് തൊടുന്നു. തളർവാദ രോഗിയോട് എനിക്കിത് വേണം എന്ന് പറയുന്നു. ആ മനുഷ്യൻ ഈശോയെ നോക്കുകയും ഉടനെ വിളിച്ചു പറയുകയും ചെയ്യുന്നു, മരവിച്ചു പോയ എന്റെ കൈകാലുകളിൽ ചൂട് അനുഭവപ്പെടുന്നു. അവൻ അപ്പാടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവർ അവന്റെ കിടക്കയിൽ നിന്ന് ഒരു കരിമ്പടം വലിച്ചിട്ട് അവനെ മൂടി പുതപ്പിക്കുന്നു. കുട്ടിയുടെ അമ്മ കുട്ടിയെ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. വ്രണങ്ങളെല്ലാം അപ്രത്യക്ഷമായി. അന്ധനായിരുന്ന മനുഷ്യൻ ആദ്യമായി പ്രകാശം കാണുന്നു. അയാൾ കണ്ണു ചിമ്മുകയാണ്. സ്ത്രീകൾ വിളിച്ചു പറയുന്നു, ദീനായുടെ മഞ്ഞൾ നിറമെല്ലാം മാറിപ്പോയി. സ്ഥലത്ത് ആകെ ബഹളം. ചിലർ ഉച്ചത്തിൽ വിളിച്ചു കൂവുന്നു, ചിലർ അനുഗ്രഹിക്കുന്നു, ചിലർ സംഭവിച്ചതെല്ലാം കാണാൻ തിക്കിത്തിരക്കുന്നു, ചിലർ വിവരങ്ങൾ അറിയിക്കാൻ ഗ്രാമത്തിലേക്ക് ഓടുന്നു. എല്ലാ വശത്തു നിന്നും ആളുകൾ ഈശോയെ തള്ളുന്നു. ഈശോയെ അവർ ഞെരിച്ചു കളയുമെന്ന് പത്രോസിന് തോന്നുന്നു. പത്രോസ് വിളിച്ചു പറയുന്നു, കുട്ടികളെ, ഗുരുവിനെ അവർ ശ്വാസം മുട്ടിക്കുകയാണ്. വരൂ, നമുക്ക് സ്ഥലമുണ്ടാക്കാം. വളരെ വിഷമിച്ച് ശിഷ്യർ 12 പേരും കൂടെ കൈമുട്ടുകൾ കൊണ്ട് ആളുകളെ തള്ളിമാറ്റി വഴിയുണ്ടാക്കി ഗുരുവിന്റെ സമീപെ എത്തി. വഴിക്ക് ചിലർക്കിട്ടെല്ലാം തൊഴി കൊടുക്കുന്നു. ഏതായാലും ഗുരുവിനെ മോചിപ്പിച്ച് വെളിയിൽ കൊണ്ടുവന്നു. നാളെ ഇക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, പത്രോസ് പറയുന്നു. ഈശോ വാതിൽക്കൽ നിന്നാൽ മതി. മറ്റുള്ളവരെല്ലാം എതിർവശത്ത് ആയിരിക്കട്ടെ. അവർ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല. ആളുകൾക്ക് ലക്കില്ലാതെ ആയിപ്പോയി, മര്യാദ കെട്ടവർ. സാരമില്ല, പോകട്ടെ. അവർക്ക് സന്തോഷമായി പോയി. എനിക്കും സന്തോഷമായിരുന്നു. മാമോദീസ ആവശ്യപ്പെടുന്നവരുടെ പക്കലേക്ക് പോകൂ. ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. യൂദാസെ, നീയും സൈമണും കൂടെ ദരിദ്രർക്ക് ഭിക്ഷ നൽകൂ. എല്ലാം അവർക്ക് കൊടുത്തേക്കൂ. നമുക്ക് കർത്താവിന്റെ അപ്പസ്തോലന്മാർക്ക് യോജിക്കുന്നതിൽ വളരെ കൂടുതൽ സാധനങ്ങളുണ്ട്. പത്രോസേ, പൊയ്ക്കൊള്ളൂ. അധികം കൊടുത്തെന്ന് വിചാരിച്ച് പേടിക്കേണ്ട. പിതാവിന്റെ അടുത്ത് നിന്നെ ഞാൻ ആദരിച്ചുകൊള്ളാം. കാരണം ഞാൻ കൽപ്പിച്ചിട്ടാണ് നീ ഇത് ചെയ്യുന്നത്. ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ സ്നേഹിതരെ. ഈശോ വിയർപ്പിൽ നനഞ്ഞ് ക്ഷീണിച്ച് വീട്ടിനുള്ളിലേക്ക് പോകുന്നു. ശിഷ്യർ ഓരോരുത്തരും സന്ദർശകരുടെ ഇടയിൽ തങ്ങളുടേതായ ശുശ്രൂഷകൾ ചെയ്യുന്നു.